റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് കെ. ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. ഇ ഈക്വൽ ടു യങ്സ് മോഡുലസ്. അതുപോലെ കെ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ്. ഈ ഒരു ഡെറിവേഷന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ക്യൂബ്. അതിൻ്റെ എല്ലാ സർഫസിൽ നോർമലായിട്ടുള്ള എല്ലാ സർഫസിൽ നിന്നും കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നു. അത് ഇവിടെ നിന്ന് സിഗ്മ എൻ നോർമൽ കംപ്രസീവ് സ്ട്രെസ്, ഇവിടെ നിന്ന് സിഗ്മ എൻ അവിടെ നിന്നും സിഗ്മ ഇസഡ് ഡയറക്ഷനിൽ സിഗ്മ എൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് വാട്ടർ എന്തെങ്കിലും ലിക്വിഡ് അതിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യൂബിക് എലമെൻറ്റ്. ഈ കേസിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് കണ്ടീഷനാണ്. എല്ലാ ഡയറക്ഷനിൽ നിന്നും പ്രഷറാണ്, ഫ്ലൂയിഡ് പ്രഷർ ആക്ട് ചെയ്യും. എല്ലാത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരു ഇൻഫിനിറ്റിസിമലി സ്മോൾ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഡയറക്ഷനിൽ നിന്നും ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു സിഗ്മ എൻ ബൈ ഇ. ഓക്കെ, അതായത് കംപ്രസീവ് ആയതുകൊണ്ട് തന്നെ റിഡക്ഷൻ ആണ്. മൈനസ് സിഗ്മ എൻ ബൈ ഇ എന്ന് എടുക്കുന്നില്ല, കംപ്രസീവ്. ഓക്കെ, കംപ്രസീവ് എന്ന് എഴുതാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സിഗ്മ വൈ, അതായത് ഈ സ്ട്രെസ് കാരണം ഇവിടെ നിന്ന് ആക്ട് ചെയ്യുന്ന സിഗ്മ എൻ കാരണം എക്സ് ഡയറക്ഷനിൽ എന്താ സംഭവിക്കുക? ഇത് കംപ്രസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ ഇതിനകത്ത് വരുന്നത് കംപ്രഷനാണ്, അപ്പോൾ ഇതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റാണ്. ഈ സിഗ്മ എൻ കാരണം എക്സ് ഡയറക്ഷനിൽ കംപ്രഷനാണ്, ഈ സിഗ്മ എൻ കാരണം എക്സ് ഡയറക്ഷനിൽ ഇലോങ്ങേഷനാണ്. അപ്പോൾ ഇതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് എന്താവും? ന്യൂ സിഗ്മ എൻ ബൈ ഇ. lateral strain equal to nu into longitudinal strain. അപ്പോൾ ഇവിടെ സിഗ്മ എൻ ബൈ ഇ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെസ് കാരണമുള്ള നോർമൽ സ്ട്രെയിൻ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എൻ ബൈ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ. ഇനി അതുകൊണ്ട് സിഗ്മ എൻ ഇൻ ഇസഡ് ഡയറക്ഷൻ കാരണവും എന്താ സംഭവിക്കുക? ഇങ്ങനെ ഒരു സ്ട്രെസ് മാത്രം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ കംപ്രഷൻ ആയിരിക്കും, പക്ഷെ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇലോങ്ങേഷൻ ആയിരിക്കും. അപ്പോൾ ഈ സിഗ്മ എൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് ഇങ്ങനെ ഒരു സിഗ്മ എൻ ആക്ട് ചെയ്താലും കിട്ടുന്നത്. അപ്പോൾ അവിടെയും മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എൻ ബൈ ഇ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെഴുതാം? സിഗ്മ എൻ ബൈ ഇ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 2 ന്യൂ എന്ന് കിട്ടും. അപ്പോൾ എപ്സിലോൺ എക്സ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഇതുപോലെ ഇനി എപ്സിലോൺ വൈ വൈ നമുക്ക് കിട്ടിയത് എപ്സിലോൺ എക്സ് എക്സിൻ്റെ വാല്യൂ സിഗ്മ എൻ ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ന്യൂ ആണ്. എല്ലാ ഡയറക്ഷനിലുള്ള സ്ട്രെസ് വാല്യൂസും സെയിം ആയതുകൊണ്ട് എപ്സിലോൺ വൈ വൈ എന്തായിരിക്കും? സിഗ്മ എൻ ബൈ ഇ. ഇതെന്തുകൊണ്ടാണ്? ആ വൈ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെസ് കാരണം. ഈ ഡയറക്ഷനിൽ കംപ്രസീവ് ആയിട്ടുള്ള സിഗ്മ എൻ കാരണമുള്ളതാണ് സിഗ്മ എൻ ബൈ ഇ. ഇനി എക്സ് ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലുള്ള കംപ്രസീവ് സ്ട്രെസ് കാരണം വരുന്നത് മൈനസ് ന്യൂ സിഗ്മ എൻ ബൈ ഇ മൈനസ് ന്യൂ സിഗ്മ എൻ ബൈ ഇ. സെയിം എക്സ്പ്രഷൻ തന്നെയാണ്, ഈക്വൽ ടു സിഗ്മ എൻ ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഈ സെയിം തന്നെ ഇതിനും വരും. എപ്സിലോൺ ഇസഡ് ഇസഡ് ഈക്വൽ ടു സിഗ്മ എൻ ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഇനി വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് സ്ട്രെയിൻ എപ്സിലോൺ വി ഈക്വൽ ടു എപ്സിലോൺ എക്സ് എക്സ് പ്ലസ് എപ്സിലോൺ വൈ വൈ പ്ലസ് എപ്സിലോൺ ഇസഡ് ഇസഡ്. അപ്പോൾ ഇവിടെ നിന്ന് എപ്സിലോൺ എക്സ് എക്സ് പ്ലസ് എപ്സിലോൺ വൈ വൈ പ്ലസ് എപ്സിലോൺ ഇസഡ് ഇസഡ് എന്ന് പറയുന്നത് എന്താവും? 3 ടൈംസ് സിഗ്മ എൻ ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ന്യൂ ഈക്വൽ ടു 3 സിഗ്മ എൻ ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഓക്കെ, ഇനി ഇവിടെ വോളിമെട്രിക് സ്ട്രെയിനായി
വോളിമെട്രിക് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് വോളിമെട്രിക് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. ഇവിടെ നിന്ന് വോളിമെട്രിക് സ്ട്രെയിൻ ഈക്വൽ ടു വോളിമെട്രിക് സ്ട്രെസ് ബൈ ബൾക്ക് മോഡുലസ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഒരു എപ്സിലോൺ വി വോളിമെട്രിക് സ്ട്രെയിനും നേരത്തെ ഡിറൈവ് ചെയ്തതും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ വി ഈക്വൽ ടു സിഗ്മ വി ബൈ കെ ഈക്വൽ ടു 3 സിഗ്മ എൻ ബൈ ഇ ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. അടുത്തത് നമ്മുടെ ആ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞായിരുന്നു, ഇത് ഹൈഡ്രോസ്റ്റാറ്റിക് കേസാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സ് തന്നെയാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഹൈഡ്രോസ്റ്റാറ്റിക് ഈ സ്ട്രെസ്സ് തന്നെയാണ് ഇതിലുള്ള വോളിമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് പ്രഷർ ഫോഴ്സ് തന്നെയാണ് ഇതിലുള്ള വോളിമെട്രിക് സ്ട്രെസ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിഗ്മ വിയും സിഗ്മ എന്നും ഇക്വേറ്റ് ചെയ്യാം. സിഗ്മ വി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു ആ പ്രഷർ ഫോഴ്സ്. ആ ഒരു എക്സാമ്പിളിനായി പ്രഷർ ഫോഴ്സ് എന്നെടുക്കാം. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/k. അതായത് ഈ സിഗ്മ വിയും സിഗ്മ എന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/k ഈക്വൽ ടു 3/e ഇൻറ്റു 1 മൈനസ് 2 ന്യൂ, അല്ലെങ്കിൽ E ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഇതാണ് അടുത്ത റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്തത് ഇ ജി ആൻഡ് ന്യൂ. ഇപ്പോൾ ഡിറൈവ് ചെയ്തത് ഇ കെ ആൻഡ് ന്യൂ. ഇനി ഇ കെ ആൻഡ് ജി ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ പോയിസോൺ റേഷ്യോയുടെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് റിലേഷൻ ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഇവിടെ നിന്ന് ഇ ഈക്വൽ ടു 2g പ്ലസ് 2g ന്യൂ എന്ന് എഴുതാം. 2g ന്യൂ ഈക്വൽ ടു ഇ മൈനസ് 2g. ഇവിടെ നിന്ന് ന്യൂ ഈക്വൽ ടു ഇ മൈനസ് 2g ബൈ 2g എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഇവിടെ നിന്ന് ഇ ഈക്വൽ ടു 3k മൈനസ് 6k ഇൻറ്റു ന്യൂ. ഇവിടെ നിന്ന് 6k ന്യൂ ഈക്വൽ ടു 3k മൈനസ് ഇ. ന്യൂ ഈക്വൽ ടു 3k മൈനസ് ഇ ബൈ 6k. ഇപ്പോൾ രണ്ട് ന്യൂവിൻ്റെ ഇക്വേഷനായി ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ മൈനസ് 2g ബൈ 2g ഈക്വൽ ടു 3k മൈനസ് ഇ ബൈ 6k. അപ്പോൾ ഇവിടെ നിന്ന് ഇ ഈക്വൽ ടു 9kg ബൈ 3k പ്ലസ് g എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇവിടെ 3 ഇലാസ്റ്റിക് കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള റിലേഷൻ്റെ ഡെറിവേഷനാണ് ഇപ്പോൾ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.